Dear students, welcome back to my channel. Homework classന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, നമ്മുടെ ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫീച്ചറാണ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ചാനൽസിനും പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് പല ക്ലാസ്സുകളിലെ കുട്ടികൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളും പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 5ാം ക്ലാസ്സിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കാം, 6നും അടുത്തത് അല്ലെങ്കിൽ 4നും ഒരു പ്ലേലിസ്റ്റ്, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മളൊരു ക്ലാസ് ചെയ്തു. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഏതാണോ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി മുഴുവൻ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാലേ ആ ഒരു വീഡിയോ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയാണ് ക്ലാസ്സുകളെ തിരിക്കുന്നതിനായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വർഷം പുതിയ പ്ലേലിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പല കൂട്ടുകാർക്കും എങ്ങനെയാണ് പ്ലേലിസ്റ്റിൽ നിന്ന് വീഡിയോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പ്ലേലിസ്റ്റ് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലേലിസ്റ്റ് എടുക്കേണ്ടത്, എവിടെയാണ്, ഏതൊക്കെയാണ് നമ്മുടെ പ്ലേലിസ്റ്റുകൾ, ഇതെല്ലാം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കാണണമെന്നില്ല, അറിയില്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുക. കാരണം തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ വരുമ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള തുടർന്നുള്ള ദിവസങ്ങളിലെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബിൽ നിന്നാണല്ലോ നമ്മൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്തെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ യൂട്യൂബ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ്, അതായത് കമ്പ്യൂട്ടറിലാണ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൊബൈൽ ഫോണിലായിരിക്കാം ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിലായിട്ട് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാർ അല്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഹോംവർക്ക് ക്ലാസ് അല്ലേ. അപ്പോൾ നമുക്ക് ഹോംവർക്ക് ക്ലാസ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഹോംവർക്ക് ക്ലാസ് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ സെർച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങോട്ട് താഴോട്ട് നീക്കുമ്പോൾ നമുക്ക് കണ്ടോ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഇതാണ്, അതായത് മഞ്ഞയിൽ ബ്ലാക്ക് വരുന്ന ഒരു ലോഗോയാണ്. ഇപ്പോൾ ഹോംവർക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ ഹോം പേജിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ്. ഓക്കെ, അപ്പോൾ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോകളൊക്കെ കിടക്കുന്നുണ്ടാവും, അപ്ലോഡ്സ് എന്ന് പറഞ്ഞ് കണ്ടോ. ഇവിടെ ഏറ്റവും അവസാനമായിട്ട വീഡിയോ സ്റ്റാൻഡേർഡ് 7 ആണ്, അതിന് തൊട്ട് മുമ്പ് സ്റ്റാൻഡേർഡ് 5, ഇങ്ങനെ വീഡിയോകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴേക്ക് നീക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ അപ്ലോഡ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് 5, സ്റ്റാൻഡേർഡ് 6, ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ക്ലാസ്സുകളുടെ ഒക്കെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീഡിയോസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് ഫുൾ വീഡിയോസും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഈ ഹോമും വീഡിയോസും കഴിഞ്ഞ് മൂന്നാമതായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, അതായത് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് കാണാം. ഇപ്പം ഇതിൽ ഞാൻ ഏറ്റവും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ വർഷത്തെ പ്ലേലിസ്റ്റുകളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. കണ്ടോ, സ്റ്റാൻഡേർഡ് 7 2021-22, സ്റ്റാൻഡേർഡ് 6 2021-22, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 5, സ്റ്റാൻഡേർഡ് 4. അതായത് 2021-22 എന്ന് പറയുന്നത് ഈ വർഷത്തെ പുതിയ പ്ലേലിസ്റ്റുകളാണ് കേട്ടോ, ഈ വർഷം തുടങ്ങിയ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം വ്യൂ ഫുൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട 3 ക്ലാസ്സുകളാണ് നമ്മൾ ഈ വർഷം ചെയ്തിരിക്കുന്നത്. ആ 3 ക്ലാസ്സുകൾ 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ബാക്ക് പോയി നിങ്ങളിപ്പോൾ 6ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 6ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് കണ്ടോ, അതേപോലെ തന്നെ 4ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ്, ഇതൊക്കെ ഈ വർഷത്തെ പ്ലേലിസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റുകൾ, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അത് ഞാൻ വെറുതെ സ്റ്റാൻഡേർഡ് 2 എന്ന് മാത്രം കൊടുത്തിട്ടുള്ളത്, അതായത് 2ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ചെയ്ത ക്ലാസ്സുകൾ. ഓക്കെ,
അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നമ്മളിട്ട വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഏത് ക്ലാസ് ആണോ വേണ്ടത്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് 4 ഉണ്ട്, സ്റ്റാൻഡേർഡ് 5 ഉണ്ട് കഴിഞ്ഞ വർഷത്തെ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 5 നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ 5ാം ക്ലാസ്സിൽ ചെയ്ത വീഡിയോകൾ 164 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അത് കാണുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതുകൂടാതെ സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, വിക്ടേഴ്സ് ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ കാണേണ്ടത് അത് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്ലേലിസ്റ്റ് എടുക്കേണ്ടത്, അതിൽ നിന്നൊരു വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കുറേ കൂട്ടുകാർ പറഞ്ഞത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ക്ലാസ്സുകൾ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ചില സമയത്ത് അത് യൂട്യൂബിൻ്റെ ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് പോവാത്ത പ്രശ്നം വരും. ചില ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് സബ്സ്ക്രൈബ് ബട്ടനാണ് അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി കാണിച്ചിട്ട് തൊട്ടടുത്ത് ഈ ബെല്ലൈക്കൺ കാണും, കണ്ടോ. ഈ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷൻസ് ഉണ്ട്, ഓള്, പേഴ്സണലൈസ്ഡ്, നണ്ണ്. ഇതിൽ ഈ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഞാൻ പറയും ഞാൻ ചില ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു, ഒരു ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്തു. ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടോ ഈ ഷോ മോർ എന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഞാൻ എന്തിൻ്റെങ്കിലും ക്ലാസ്സുകളിലെ ലിങ്കുകളോ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലതിൽ പറയാറുണ്ട് ഞാൻ താഴെ കൊടുക്കാമെന്ന് പറയില്ലേ, അപ്പോൾ അത് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.